عمرهم رحموا وقدومنا بحمى حسيون ضامروا. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്ന് ഓരോ ഞായറാഴ്ചകളിലും സ്നേഹപൂർവ്വം നമ്മൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ആരാധനകളെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കാൻ തക്കോണിടയായിത്തീരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട, നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നിരുന്നു വിശുദ്ധ കുർബാനയുടെ ഓരോ തലങ്ങളെക്കുറിച്ച്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ആരാധിക്കപ്പെടുന്ന സ്ഥലം. ആരാധനയുടെ ഏത് സ്ഥലത്താണ് ആരാധിക്കേണ്ടത്, ആരാധനയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായ ഒരു ഒരുക്കവും അതോടൊപ്പം തന്നെ ക്രമീകരണങ്ങളും സഭ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് എങ്ങനെ ആരാധിക്കണം. അപ്പോൾ എങ്ങനെ ആരാധിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു രീതി, ഒരു ഗ്രാജ്വലമായ ഒരു വലിയ ഡെവലപ്മെൻറ്റ് നമ്മുടെ ഒരു ലിറ്റർജിക്കൽ ആ ഒരു മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മുടെ ഹിസ്റ്ററിക്കൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരാധനയുടെയൊക്കെ ഒരു തലങ്ങൾ, എൻ്റെ പല ഭാഗങ്ങളും നമ്മൾ കോപ്പിയായി ചെയ്തിരിക്കുന്നത് ജൂയിഷ് ആരാധനയിൽ നിന്നാണ്. കാരണം ഇന്നത്തെ യാമപ്രാർത്ഥനകൾ, അതിൻ്റെ 7 നേരത്തെ പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും യഹൂദന്മാർ പിന്തുടർന്നത് അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വരികയായിരുന്നു. കാരണം ആദ്യത്തെ ക്രൈസ്തവ സമൂഹം മുഴുവൻ നിലനിന്നത് ഒരു യൂതന്മാരുടെ ഇടയിലായിരുന്നു. കാരണം യൂതന്മാരാണ് ഫസ്റ്റ് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരെല്ലാം യൂത സമൂഹത്തിൽ വന്നതുകൊണ്ട് തന്നെ അവരുടെ ആരാധന രീതികളെല്ലാം അതുമായി ബന്ധപ്പെട്ടാണ് ആഴത്തിൽ വളർന്നു വരേണ്ടതായി തീർന്നിരിക്കുന്നത്. പിന്നീട് ഗ്രാജ്വലിയാണ് ഇന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് പതിയെ ആ ലിറ്റർജി എല്ലാം ഡെവലപ്പ് ആകാൻ ഇടയായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ലിറ്റററിയിൽ തന്നെ നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2 പാർട്ട്, ഒരു ലിറ്റർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പാർട്ടാണ്. ഒന്ന് ദ സർവീസ് ഓഫ് ദ വേർഡ് ആൻഡ് ഓൾസോ ദ സർവീസ് ഓഫ് ദ യൂക്കറിസ്റ്റ്, അല്ലെങ്കിൽ വചനത്തിൻ്റെ ശുശ്രൂഷയും അതോടൊപ്പം തന്നെ അപ്പത്തിൻ്റെ ശുശ്രൂഷയും. ഈ 2 ശുശ്രൂഷകളായിട്ടാണ് ആരാധന, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻ അവർ ക്രിസ്ത്യൻ ട്രഡീഷൻ വി ജസ്റ്റ് സ്പ്ലിറ്റ് ദ സർവീസ് ഇൻ ടു 2 parts. That is, first part is the service of word and next part is the service of Eucharist ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ആ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ചാണ്. ദ സർവീസ് ഓഫ് പാർട്ട് അല്ലെങ്കിൽ വേർഡ് എന്ന് പറയപ്പെടുന്ന വചന ശുശ്രൂഷയുടെ ഭാഗങ്ങൾ. കാരണം ഒരു ആരാധനയിൽ ഏറ്റവും സജീവമായ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് നമുക്ക് ഒരു വചന ശുശ്രൂഷ എന്ന് പറയപ്പെടാനിടയായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇന്ന് ആദ്യകാലങ്ങളിൽ ഇത് രണ്ടും സെപ്പറേറ്റ് രീതിയിൽ തന്നെയാണ് വളർന്നു വന്നത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് വിശുദ്ധ കുർബാനയുടെ പാർട്ടായിട്ട് അതിൻ്റെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഘടകമായിട്ടാണ് വചന ശുശ്രൂഷയും കാണാനിടയായി തീരുന്നത്. കാരണം ആദ്യം നമ്മൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് വായിക്കുന്നു, അതിനുശേഷം പല ലേഖനങ്ങളിൽ നിന്ന്, പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ലേഖനങ്ങളിൽ നിന്നൊക്കെ ഒരു പാർട്ട് എടുത്ത് വായിക്കുന്നു. അതിനുശേഷം ഗോസ്പൽ റീഡിങ് നടത്തുന്നു. അപ്പോൾ ഇതെല്ലാം ഇന്ന് വിശുദ്ധ കുർബാനയുടെ അവിഭാജ്യ ഘടകമാണ്. അത് മാറ്റിക്കൊണ്ടൊരു വിശുദ്ധ കുർബാനയില്ല. എന്നാൽ ആദ്യകാലങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. കാരണം അത് രണ്ടും 2 സെപ്പറേറ്റ് ശുശ്രൂഷയായിട്ടാണ് പതിയെ വളർന്നു വരാനിടയെ തന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്കറിയാം, വചന ശുശ്രൂഷ അല്ലെങ്കിൽ സർവീസ് ഓഫ് ദ വേർഡ് എന്ന് പറയുമ്പോൾ അത് ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. കാരണം യൂതന്മാരുടെ അല്ലെങ്കിൽ ജൂയിസ് ഒരു ആരാധനയുടെ ഒരു വലിയ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിട്ടാണ് ആ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മുടെ ഒരു ആരാധനയിലേക്ക് കടന്നു വരാനിടയായി തീർന്നിരിക്കുന്നത്. കാരണം യഹൂദന്മാരെല്ലാം സെനഗോഗുകളിൽ ആഴ്ചകളിൽ എല്ലാ ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും സെനഗോഗുകളിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ആ സെനഗോഗ് പ്രാർത്ഥനയുടെ ഒരു വലിയ ഘടന എന്ന് പറഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും ഒരു ബൈബിൾ വായിക്കുന്നു, അതിനുശേഷം ആ ബൈബിൾ വായിക്കുന്നതിന് മുമ്പായിട്ട് അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ചെറിയ പാട്ടുകൾ പാടുന്നു, അല്ലെങ്കിൽ ഒരു സാംസ് പാടുന്നു. ഇന്നത്തെ ഒരു കൺവെൻഷൻ സോങ്ങുകളെന്നില്ല, മറിച്ച് അന്ന് നമ്മുടെ ആരാധനയിൽ നമുക്കൊരിക്കലും കൺവെൻഷൻ സോങ്ങുകൾ കയറാറില്ല. നമ്മുടെ പ്രാർത്ഥന യോഗം നടത്തുമ്പോൾ കൺവെൻഷൻ സോങ് കയറാറുണ്ട്. പക്ഷേ ആരാധനയിൽ എപ്പോഴും സാംസുമായി ബന്ധപ്പെട്ട ഒരു സോങ്ങുകൾ മാത്രമാണ് ലിറ്റർജിയുടെ പാർട്ടായിട്ട് മാറിയിരിക്കുന്നത്. കാരണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് എൻ്റർലി ടേക്കൺ ഫ്രം ദ ജൂയിഷ് ട്രഡീഷനാണ്. അതുകൊണ്ട് ജൂസ് എങ്ങനെയാണോ ആരാധിച്ചുകൊണ്ടിരുന്നത് അതേ സെയിം കൾച്ചർ തന്നെയാണ് നമ്മുടെയും ആ ഒരു ഏർലി സെഞ്ചുറിയിൽ നമ്മുടെ ഒരു ആരാധനയിലേക്ക് കടന്നു വരാൻ ഇടയെ തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരു ഏകദേശം ഒരു 4-ാം നൂറ്റാണ്ട് മുതൽ പതിയെ ഇത് രണ്ടും കൂടെ മിക്സായിട്ട് ഒന്നിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോൾ അതിനു മുമ്പ് 4-ാം നൂറ്റാണ്ട് മുമ്പ് വരെ രണ്ടായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം,
ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് എല്ലാവരെയും വിശ്വാസം പഠിപ്പിക്കാനുള്ളൊരു പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പഠനത്തിലൂടെ വിശ്വാസം സ്വീകരിച്ച് മാമോദീസ സ്വീകരിച്ച് സഭയുടെ പാർട്ടായിട്ട് മാറുന്ന ഓരോ വ്യക്തികളെയും ആ സഭയോട് ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ പാർട്ടായിട്ട് മാറ്റുന്ന ഭാഗമാണ് രണ്ടാമത്തെ പാർട്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് ഒരു ശുശ്രൂഷകൻ മദ്ബഹായിൽ നിന്ന് ധൂപം വീശി നേരെ പടിഞ്ഞാറ് അറ്റം വരെ പോകാറുണ്ട്. ആ പടിഞ്ഞാറ് അറ്റം വരെ പോയിട്ടിന് ശേഷം തിരിച്ചു വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടി ആയിരുന്നു പണ്ട് ആ വിശ്വാസം സ്വീകരിക്കാത്ത, മാമോദീസ സ്വീകരിക്കാത്ത എല്ലാവരെയും പറഞ്ഞയക്കുക. അവർക്ക് പ്രത്യേക ബ്ലെസ്സിങ് കൊടുത്തുകൊണ്ട് അവരെ വീടുകളിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ശുശ്രൂഷ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വിശ്വാസം സ്വീകരിച്ച് മാമോദീസ ഏറ്റവർ മാത്രമാണ് വിശുദ്ധ കുർബാനയോട് ചേർന്ന് ആരാധനയുടെ യഥാർത്ഥമായ ഒരു ആരാധനയിലേക്ക് കടക്കാനിടയെത്തിയിരുന്നത്. അതുകൊണ്ട് അത് ഏകദേശം 4-ാം നൂറ്റാണ്ട് വരെ ആ രീതിയാണ് പിന്തുടർന്നതെന്ന് പറയപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനേറ്റവും കാരണം ഒന്ന് വിശ്വാസം സ്വീകരിക്കുന്ന പറഞ്ഞിരിക്കുന്ന വചന ശുശ്രൂഷയിലൂടെ. അപ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാനിടയെ തീർന്നത് തന്നെ പരിശുദ്ധാത്മാവ് സ്വീകരിച്ച അപ്പോസ്തലന്മാർ ആദ്യം വളരെ ശക്തിയോടുകൂടി വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. ആദ്യത്തെ പ്രഘോഷണം നമുക്കറിയാം പത്രോസ്ലീഹായായിരുന്നു. പത്രോസ്ലീഹ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആളുകളിൽ അനേക വിശ്വാസം ആളിക്കത്താൻ തുടങ്ങി. അവരാദ്യമായിട്ടാണ് ഒരു പ്രസംഗം കേൾക്കുന്നത്. പക്ഷേ ആദ്യത്തെ കേൾവിയിൽ തന്നെ അവരുടെ ഹൃദയങ്ങൾ പിടിച്ചെടുക്കപ്പെട്ടത് മാത്രമല്ല, അവർ പതിയെ കൺവേർട്ട് ആകാൻ തുടങ്ങി. അവരുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ആ മാറ്റങ്ങൾ നിന്നുകൊണ്ട് തന്നെ പുതിയ വിശ്വാസം അവർ കണ്ണടച്ചങ്ങ് സ്വീകരിക്കാൻ തുടങ്ങി. ഏകദേശം 4000 പേര് ആദ്യത്തെ ഒറ്റ പ്രസംഗത്തിൽ വിശ്വാസം സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് ആ സെർമണിലൂടെ തന്നെ 4000 പേർ സഭയോട് ചേർന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുക അങ്ങനെയാണ്. അപ്പോൾ ഒറ്റ ആ ഒരു പ്രഖ്യാപനത്തിലൂടെ തന്നെ വിശ്വാസം സ്വീകരിച്ച് പിന്നീട് നാം കാണുന്നത് ഇങ്ങനെയാണ്, അപ്പോസ്തലന്മാർ പോയി വിശ്വാസം സ്വീകരിച്ചവർക്ക് ബാപ്റ്റിസം നൽകി അവരെ സഭയോട് അല്ലെങ്കിൽ സഭയുടെ പാർട്ടായിട്ട് മാറ്റുന്നു എന്ന രീതിയും കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് വചന ശുശ്രൂഷ തന്നെയാണ്. അതുകൊണ്ടാണ് ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ അവിടെ ഓർമ്മപ്പെടുന്നത് ഇങ്ങനെയാണ്, 12-ാം വാക്യം മുതൽ, നിങ്ങളുടെ കുപ്പായം അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്തുള്ളതായ വസ്ത്രമല്ല കീറേണ്ടത്, മറിച്ച് നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്, ഹൃദയത്തിലാണ് മാറ്റമുണ്ടാകേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ടാണ് പത്രോസ്ലീഹ ആദ്യത്തെ പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗത്തിൽ 4-ാം അധ്യായത്തിൽ വളരെ വലിയ അല്ലെങ്കിൽ ഈ അഭിഷേകവും ഈ ശക്തിയെല്ലാം കണ്ട ആളുകൾ മുഴുവൻ അപ്പോസ്തലന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ അതിന് 4-ാം അധ്യായത്തിൽ, ഈ ഒരു പവർ, ഈ ഒരു വലിയൊരു അഭിഷേകം ലഭിക്കേണ്ടതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മുമ്പിൽ പത്രോസ്ലീഹ പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്, നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ടതില്ല, മറിച്ച് നിങ്ങൾ പശ്ചാത്തപിക്കുക. നിങ്ങൾ വചനം കേട്ട് ആ വചനത്തിൽ വിശ്വസിക്കാനിടയായി തീരുക, അപ്പോൾ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയാനിടയായി തീരും എന്നാണ് അവിടെ ഓർമ്മപ്പെടുത്താനിടയായി തീർന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ അത് 2-ാം അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ അവിടെ ഓർമ്മപ്പെടുന്നത് ഇങ്ങനെയാണ്. 2-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ, ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം തുടങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. അപ്പോൾ ഫസ്റ്റ് കാര്യം പറഞ്ഞിരിക്കുന്നത് പശ്ചാത്തപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പശ്ചാത്താപത്തിലൂടെ മാത്രമേ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ ആദ്യം വേണ്ടത് പശ്ചാത്താപമാണ്. അതുകൊണ്ട് പശ്ചാത്താപം എന്ന് പറയണമെങ്കിൽ നമ്മൾ വചനം കേട്ടേ പറ്റും. നമ്മൾ വചനം കേൾക്കാത്തിടത്തോളം കാലം നമ്മുടെ ഹൃദയത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ യോനാ പ്രവാചകൻ പോയിട്ട് ഒരു വലിയ പ്രസംഗമൊന്നും നടത്തിയില്ല, മറിച്ച് ഒരാഴത്തിലൊരൊറ്റ വാക്ക്, 40 ദിവസം കഴിയുമ്പോൾ ഈ നഗരം നശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ് അവരുടെ പാപത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു പ്രസംഗം നടത്തി. ആളുകൾ മുഴുവൻ, രാജാക്കന്മാരടക്കം ചാക്ക് ധരിച്ച് അല്ലെങ്കിൽ അവർ വെണ്ണീറുകൾ നിറഞ്ഞ് അവർ മുട്ടുകുത്തി അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു നിലപാടിലൂടെ തന്നെ ദൈവത്തിൻ്റെ കൃപ അവരിലേക്ക് നിറഞ്ഞെന്ന് മാത്രമല്ല, ആ ശിക്ഷാവിധികൾ മാറ്റപ്പെടുകയും അവർ വലിയൊരു അഭിഷേകത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു രീതി, ഒരു വചനം കേട്ടപ്പോൾ തന്നെ പശ്ചാത്താപം നിറഞ്ഞു. പൗലോസ്ലീഹയുടെ സുവിശേഷ മേഖലയിലെല്ലാം കാണാനിടയെ തീർന്നത്
പൗലോസ് അല്ലെങ്കിൽ പത്രോസ് ലീഹ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ, അവർ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 10-ാം അധ്യായത്തിൽ 10-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ, 10:44, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, നമുക്കറിയാം നമ്മൾ ഈ വചന ശുശ്രൂഷയുടെ പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ലിറ്റററിയുടെ ഏറ്റവും ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് വചന ശുശ്രൂഷയാണ്. അതുകൊണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ഒരു വചനം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തന്നെ പ്രസംഗിക്കുമായിരുന്നു അച്ഛന്മാർ, അല്ലെങ്കിൽ അതാണ് ട്രഡീഷൻ. എന്ന് പറഞ്ഞാൽ വചന ശുശ്രൂഷയുടെ പാർട്ടായിട്ട് തന്നെ പ്രസംഗം നടത്തി അതിന് ശേഷമാണ് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാനിടയായി തീരുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ജസ്റ്റ് ഒരു വളരെ മനോഹരമായിട്ടൊരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നതിൽ അദ്ദേഹം ഒരു ബിഷപ്പ് എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. അതിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ ജൂയിഷ് സെനഗോഗ് സർവീസ് വിച്ച് വാസ് ദ റൂട്ട് ഫ്രം വിച്ച് ദ സർവീസ് ഓഫ് വേർഡ് സ്പ്രാങ് consisted of public reading from the scripture, the singing of psalms, a sermon, and a number of set of prayers. In all Christian churches from the earliest time that we have definite evidence, these prayers were universally placed last after the homily and have remained there ever since. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പാർട്ടായിട്ട്, അപ്പോൾ സാംസ്, സിംഗിങ് ഓഫ് സാംസും റീഡിങ് ഓഫ് വേർഡ് ഓഫ് ഗോഡും അതൊരു കമ്പൈൻഡ് ആയിട്ടാണ് നിലകൊള്ളാൻ ഇടയായി തീർന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് തിരിച്ചു വരാം. ഇപ്പം നമ്മുടെ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ നമ്മുടെ ഏത് റീഡിങ്സ് എടുത്താലും, ഇപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സന്ധ്യാപ്രാർത്ഥന സമയത്താണെങ്കിലോ അല്ലെങ്കിൽ മോർണിംഗ് പ്രയറിൻ്റെ സമയത്താണെങ്കിലോ ഒരു ഗോസ്പൽ റീഡിങ് വായിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രത്യേകമായൊരു സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ആദ്യം ഒരു ശുശ്രൂഷകൻ അതിന് വേണ്ടിയിട്ടൊരു പ്രബോധനം നൽകുകയാണ്. ഇതിപ്പോൾ വായിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും കൂടി നിന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ വചനങ്ങളെ ഏറ്റവും വിനയത്തോടുകൂടി സ്വീകരിക്കണം. അപ്പോൾ അതിനൊരു അനൗൺസ്മെൻറ്റ്, ഒരു ശുശ്രൂഷ നടത്തുകയാണ്. നിങ്ങൾ എങ്ങനെയാണത് സ്വീകരിക്കേണ്ടത്? ഏറ്റവും വണക്കത്തോടെ, ഏറ്റവും ഭയത്തോടു കൂടി തന്നെ അത് അങ്ങനെ സ്വീകരിക്കാനിടയായി തീരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ശുശ്രൂഷകൻ അനൗൺസ്മെൻറ്റ് നടത്തുന്നു. ഇനി ആ റീഡിങ്ങിൽ പ്രത്യേകതയുണ്ട്. ഗോസ്പൽ റീഡിങ് നടത്തുമ്പോൾ തന്നെ ഒരു വൈദികൻ ഒരു ഹമനിക്കോ അല്ലെങ്കിൽ അംശവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് അത് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ വായിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അത് ഒരു വെസ്റ്റ്മെൻറ്റുകൾ ധരിച്ചുകൊണ്ട് മാത്രമേ വായിക്കാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ വായിക്കേണ്ട സമയത്ത് അത് അപ്പുറം ഇപ്പുറയും 2 ശുശ്രൂഷകർ കത്തിച്ച തിരികൾ പിടിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന് ആ വചനത്തെ പ്രകാശമായിട്ടാണ് കാണാനിടയായി തീരുന്നത്. കാരണം അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് ആ വചനം ദൈവിക പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രകാശമാണ് പുറത്തേക്ക് വായന വഴി നമ്മൾ പുറത്തേക്ക് ഒഴുകാനിടയായി തീരുന്നത്. അതിൻ്റെ സിംബോളിക്കായിട്ട് 2 വശങ്ങളിലും കത്തിച്ച തിരികൾ പിടിച്ചുകൊണ്ട് മാത്രമേ ഒരു വചനം വായിക്കുകയുള്ളൂ. അത് ഗോസ്പൽ റീഡിംഗ് ആണെങ്കിൽ 2 സ്ഥലത്തും വേണം. അല്ലെങ്കിൽ മറ്റ് റീഡിങ്സ് ആണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ലെറ്റേഴ്സാണ് വായിക്കുന്നതെങ്കിൽ ഒരു ശുശ്രൂഷകൻ സൈഡിൽ ഒരു തിരിയെങ്കിലും പിടിച്ച് അത് വായിക്കുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ ശുശ്രൂഷക്കാർ വായന സമയത്ത് മറ്റൊരു ശുശ്രൂഷക്കാരൻ സൈഡിൽ നിന്നുകൊണ്ട് തിരി പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ ധൂപക്കുറ്റി എടുക്കുന്ന വ്യക്തി തിരി പിടിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കാനിടയായി തീർന്നിരിക്കണം. അപ്പോൾ ഇതാണ് സഭയുടെ ഒരു രീതി. അപ്പോൾ അത്രയും വളരെയധികം ഒരു സ്ട്രക്ചേർഡ് രീതിയിലാണ് നമ്മൾക്കതിനെ കാണാനിടയായി തീരുന്നത്. പിന്നെ നമുക്കറിയാം, പിന്നെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഗ്രീറ്റിങ്സ് നൽകിക്കൊണ്ടാണ് ആ സുവിശേഷ വാദന ആരംഭിക്കുന്നത്. പീസ് ബി വിത്ത് യു അല്ലെങ്കിൽ ലോർഡ് ബി വിത്ത് യു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, സ്ലോമോ ലെക്കുൽക്കുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗ്രീറ്റിങ്സ് ആരംഭിക്കുന്നത് തന്നെ. ഈ ഒരു ഗ്രീറ്റിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, അത് കർത്താവ് സ്ലീഹന്മാരെ പഠിപ്പിക്കുന്നൊരു ഭാഗമാണ്. നിങ്ങൾ ആരെ കണ്ടാലും നിങ്ങൾ അവർക്ക് സമാധാനം ആശംസിക്കണം. കണ്ടോ, നിങ്ങൾ ആരെ കണ്ടാലും സ്നേഹത്തിൻ്റെ ഒരു വാക്ക് അവരോട് പറയണം. ഇതൊരു പക്ഷേ അത് ഒരു യൂത സമൂഹത്തിൽ നിലനിന്നിരുന്നൊരു കാര്യമാണ്. അത് പുതുതായിട്ട് കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യമൊന്നുമല്ല, മറിച്ച് അന്ന് ജൂതന്മാരുടെ ഇടയിൽ തന്നെ അങ്ങനെ ഗ്രീറ്റിങ്സ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ പോലും അവർ പരസ്പരം കാണുമ്പോൾ തന്നെ ഒരു ഗ്രീറ്റിങ്സ് വാർഡ്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് അവർ പറയാനിടയായി തീരുന്നത്. കാരണം ആ ഒരു സമൂഹത്തിൽ അതിനു മുമ്പ് തന്നെ നിലനിന്നിരുന്നതായ ഒരു ട്രഡീഷനാണ് ഒരു ഗ്രീറ്റിങ്സ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ വചനം വായിക്കും മുമ്പ് തന്നെയും അങ്ങനെ ഒരു ഗ്രീറ്റിങ്സ് കൊടുത്തുകൊണ്ടാണ് വചന വായനയിലേക്ക് പ്രവേശിക്കാനിടയായി തീരുന്നത്. അതിനുശേഷമാണ് സ്ക്രിപ്ചറൽ റീഡിങ്സോ അല്ലെങ്കിൽ ആ സ്ക്രിപ്ചറൽ റീഡിങ്സ് മുമ്പായിട്ട് തന്നെ ഒരുപക്ഷെ നമുക്ക് അതിനു മുമ്പ്
ഒരു സാംസ് ചൊല്ലാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ചൊല്ലുന്നതാണെങ്കിൽ ഹാലേലൂയി ഹാലേലുയ്യ സ്തുതിയാമ്പലികളെ ആ ഒരു പാട്ട് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത്. അത് അതെല്ലാം ഒരു സങ്കീർത്തൻ്റെ പാട്ടാണ്. അപ്പോൾ ചുമ്മാ ഒരു പാട്ടല്ല, മറിച്ച് അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ആരാധനയെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ അച്ഛാ കുറച്ച് പാട്ടൊക്കെ നമുക്ക് അവിടെ പുറത്തുനിന്ന് ഇതിനകത്ത് ആടിയാൻ പാടില്ലേ എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ആരാധന പ്രത്യേകത നമുക്ക് പുറത്തുള്ള ഇഷ്ടംപോലെ പാട്ട്, നല്ല പാട്ടുകൾ മനോഹരമായി കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര മനസ്സിന് ആശ്വാസം തോന്നുന്ന പാട്ടുകൾക്ക് ഇഷ്ടംപോലെ പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ഒന്നും നമ്മുടെ ഈ ആരാധനയ്ക്ക് അകത്തേക്ക് കയറ്റാറില്ല. കാരണം ഓൺലി നമ്മുടെ സ്ക്രിപ്ചർ ബേസ്ഡ് ആയ സങ്കീർത്തനങ്ങളിൽ നിന്ന് മാത്രമേ ആ സമയത്തോ അല്ലെങ്കിൽ കുർബാനയ്ക്കിടയിൽ മാത്രം പാട്ടുകൾ പാടാറുള്ളൂ. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ഹാലേലുയ, അപ്പോൾ ഹാലേലുയ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് വെച്ചാണ്. അതും ഒരു ആദ്യ നൂറ്റാണ്ടുകൾ തന്നെ മുമ്പ് തന്നെ ആ ഒരു രീതി, കാരണം ആ രീതി ജൂതന്മാരുടെ ഇടയിൽ നിന്ന് സഭയിലേക്ക് വന്നിരിക്കുന്നതാണ്. കാരണം യഹൂദന്മാരിൽ നിന്ന് വന്ന ഈ ശ്ലീഹന്മാർ അതെല്ലാം സ്നേഹപൂർവ്വം അത് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ഉണ്ടാകുന്നത്. പിന്നീട് എനിക്ക് ഒരു 4-ാം നൂറ്റാണ്ട് വരെ നമ്മൾ പരിശോധിക്കാനിടയായി തീരുമ്പോൾ അതിലേറ്റവും പ്രത്യേകതയാണ് ഈ ഒരു ഇന്ന് കാണുന്നതിൽ കുറച്ചൊക്കെ വ്യത്യാസം അന്നുണ്ടായിരുന്നു. അതിനേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രീറ്റിങ്സ് ആണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ സ്ലോമോ ലഗുൽക്കുൽ, നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകട്ടെ. അതിനുശേഷം വായിക്കാൻ പോകുന്നത് എന്താണ്, ഏത് ചാപ്റ്റർ ഏത് പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഇപ്പോൾ എവങ്കേലിയോൻ കാദീശോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് അത് ഏത് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു, മെൻ യോഹന സ്ലീഹോ അല്ലെങ്കിൽ മെൻ ലൂക്കോസ് അല്ലെങ്കിൽ സബ്രോനോ എന്നൊക്കെ പറയുമ്പോൾ ഏത് പുസ്തകത്തിൽ നിന്നാണത് വായിക്കുന്നത് എന്ന് ആദ്യം പറയുന്നു. അപ്പോൾ കൃത്യം നമ്പർ മാത്രം ചിലപ്പോൾ ഒരു പക്ഷേ പറയാറില്ല, നമ്പർ പറയാതെ തന്നെ നമ്മൾ അത് വായനയിൽ കിടക്കുകയാണ്. പിന്നീടാണ് സ്ക്രിപ്ചറൽ റീഡിങ്സ് വരുന്നത്. പിന്നെ അതിനുശേഷം ഒരുപക്ഷെ ഒരു ഇൻ്റർസ്പേഴ്സ്ഡ് സാൽമടി എന്ന് പറയുമ്പോൾ അത് സാംസും അതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് കുറച്ച് പ്രാർത്ഥനകളും ചേർത്ത് വെച്ചുകൊണ്ടുള്ളതായ രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഏത് ശുശ്രൂഷ എടുത്താലും, ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒരു വായനയ്ക്ക് മുമ്പായിട്ടാണെന്ന് അറിയാം ഒരു സങ്കീർത്തന ഭാഗം ആദ്യം വായിക്കുന്നുണ്ട്. അതിനുശേഷം മറ്റ് ഏത് ശുശ്രൂഷ എടുത്താലും ഇങ്ങനെ ഒരു സാംസും അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഒരു പ്രാർത്ഥന ചേർത്ത് വെച്ചുകൊണ്ടുള്ളതായ രീതികൾ അത് വായനയ്ക്ക് ശേഷം അത് ഇപ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്. യജമാനൻ വരുമെന്ന നേരത്ത് ആ ഒരു പാട്ട് നമ്മൾ പാടാറുണ്ട്. അല്ലെങ്കിൽ ഓരോ ദിവസത്തിന് അനുയോജ്യമായ രീതിയിൽ, ഇപ്പോൾ നോമ്പിന് സമയമാണെങ്കിൽ നോമ്പിനോട് ചേർന്നുള്ള ഒരു പാട്ടുകൾ, അല്ലെങ്കിൽ ഈസ്റ്റർ ആണെങ്കിൽ ഈസ്റ്ററിനോട് ചേർന്ന പാട്ടുകൾ, അങ്ങനെ ആ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചുള്ള പാട്ടുകൾ ആ സമയത്ത് നമ്മൾ പാടുന്നു. അതിനുശേഷം ഒരു ഹോമിലിയാണ്, ഒരു വലിയൊരു പ്രസംഗം ആയി തന്നെ നടത്തുന്നു. ആ പ്രസംഗത്തിന് ശേഷം ഡിസ്മിസൽ ഓഫ് കാറ്റക്യൂമൻസ് ആണ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം ആളുകളെ പിരിച്ചുവിടുകയാണ് ആദ്യത്തെ രീതി. അപ്പോൾ പ്രസംഗം കഴിഞ്ഞ പിന്നെ നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ മുഴുവൻ പറഞ്ഞു വിടുന്നു. അത്രയേ ഉള്ളൂ ആദ്യത്തെ ഒരു ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പ്രയർ ഓഫ് ഫെയ്ത്ത്ഫുൾ, ഡിസ്മിസൽ ഓഫ് ഫെയ്ത്ത്ഫുൾ ആണ്. അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ, ആ വിശ്വാസം സ്വീകരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പിന്നെ അവരെ പറഞ്ഞയക്കുന്ന രീതിയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ആദ്യത്തെ ഒരു വചന ശുശ്രൂഷയുടെ കണ്ടന്റ് എടുക്കുന്നത്. അപ്പോൾ കാറ്റക്യൂമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാമോസ് സ്വീകരിക്കാത്ത, വിശ്വാസം പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി കടന്നു വരുന്ന ആളുകളാണ് കാറ്റക്യൂമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ സൺഡേ സ്കൂൾ എഡ്യൂക്കേഷൻ, ഇപ്പോൾ കുട്ടികൾക്ക് നമ്മളിതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അത് അവർക്ക് വേണമെങ്കിൽ കാറ്റക്യൂമൻസ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയാണ് അന്ന് കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. പിന്നീട് പതിയെ ആ ഒരു സർവീസിൽ സകല മാറ്റങ്ങൾ പതുക്കെ വന്ന് ഇന്ന് കാണുന്ന ഒരു സ്ട്രക്ചറിലേക്ക് ഏകദേശം 5-ാം നൂറ്റാണ്ടിന് മുമ്പായിട്ട് ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഗ്രീറ്റിങ്സ്, സ്ക്രിപ്ചറൽ റീഡിങ്സ്, ഇൻ്റർസ്പേഴ്സ്ഡ് സാൽമടി ആൻഡ് ഹോമിലി, ഡിസ്മിസൽ ഓഫ് കാറ്റക്യൂമൻസ്, പ്രയർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ ആണ്. എന്നാൽ 5-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത് ഒരു ഗ്രീറ്റിങ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു 51-ാം സങ്കീർത്തനം കൂടി വായിക്കുന്നുണ്ട്. 9-ാം നൂറ്റാണ്ട് വരെയാണ് ചിന്തിച്ചോളണം. പിന്നെ അതിനുശേഷം ആ കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഇന്ന് കാണുന്ന നീണ്ട പ്രാർത്ഥനകൾ, അറിയാം ഹൂസോയോ അല്ലെങ്കിൽ സെദ്രോ, പ്രുമിയോൻ സെദ്രോ എന്ന് പറയപ്പെടുന്ന പ്രാർത്ഥനകളൊക്കെ പതിയെ ഡെവലപ്പായി മാറിയത് ആ കാലഘട്ടങ്ങളിലാണ്. അതുകൊണ്ടാണ് സെൻ്റ് എഫ്രൈം അല്ലെങ്കിൽ ജേക്കബോസ് സെറൂഗ് ഇങ്ങനെ ഇവരുള്ള ആ ആരാധന രീതികൾ പഠിപ്പിച്ച പിതാക്കന്മാർ നമ്മുടെ ആ ഒരു തിയോളജി കൂടി, എന്താണ് ആ വിശ്വാസം എന്നതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ വലിയ പ്രാർത്ഥന എഴുതി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ ദിവസത്തെ അനുസരിച്ച്, ഓരോ ദിവസത്തെ പ്രാധാന്യം അനുസരിച്ച്
അവർ നീണ്ട പ്രാർത്ഥനകൾ എഴുതി. ആ പ്രാർത്ഥനകൾ കേൾക്കുന്നത് തന്നെ നമുക്കൊരു ഹോമിലി, ഒരു പ്രസംഗം കേൾക്കുന്ന തുല്യമായിട്ടാണെന്ന് കാണുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഈ പതിയെ ഇതിൻ്റെ ഇടയിലേക്ക് കയറി. കാരണം അവിടെ ഹോമിലി അവിടെ അവിടെ ഹോമിലി അല്ലെങ്കിൽ പ്രസംഗത്തിന് മുമ്പാണ് അത് കയറിയിരിക്കുന്നത്. അതിനുശേഷം ഒരു ട്രൈസാഗിയോൻ എന്നൊരു പ്രാർത്ഥന പതിയെ ആ കാലഘട്ടങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. കാരണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള പ്രാർത്ഥനകൾ പതിയെ നമ്മുടെ ആരാധനയുടെ പാർട്ട് അന്ന് അതിന് മുമ്പുണ്ട്. പക്ഷെ അത് ഈ ആരാധന ഇടയിലേക്ക് കയറാൻ തുടങ്ങി. അതിനുശേഷം സ്ക്രിപ്ചറൽ റീഡിംഗ് ആണ്. അതിനുശേഷം ഹോമിലി, പിന്നെ പ്രയർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ആദ്യകാലങ്ങളിൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളെല്ലാം കാണാനിടയായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഒരു ഗ്രാജ്വലി വന്ന ഒരു വലിയ പ്രോസസ്സിംഗ് ആണ് ഈ ഒരു നമുക്ക് ഈ ഒരു നമ്മുടെ എന്നാ പറയുന്നത് ഈ ലിറ്റർജിക്കൽ അല്ലെങ്കിൽ സർവീസ് ഓഫ് വേർഡ് എന്ന രീതിയിലുള്ള ഒരു രീതി ഡെവലപ്പ് ആകാനിടയായി തീർന്നിരിക്കുന്നത്. ഇന്ന് പതിയത് മാറി കുറച്ചുകൂടെ ഒരു സ്ട്രക്ചേർഡായിട്ട് മാറി അല്ലേ. ഇപ്പോൾ നമുക്കറിയാം വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ അല്ലെങ്കിൽ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദിസമൊക്കെ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു, നിങ്ങളോട് കരുണ ചെയ്യണമെന്ന പ്രാർത്ഥനയിലോടുകൂടിയാണ് ഒരു പബ്ലിക് സർവീസ് ആരംഭിക്കുന്നത്. ആ സമയത്ത് ഒരു ഇൻസെൻസ് പ്രയർ കൂടി നമ്മൾ കാണാൻ സാധിക്കും. പണ്ട് ആ ഇൻസെൻസ് പ്രയർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ധൂപപ്രാർത്ഥന അത് യൂക്രിസ്റ്റ് സർവീസിൻ്റെ പാർട്ട് മാത്രമായിരുന്നു. വിശുദ്ധ കുർബാനയുടെ പാർട്ട് മാത്രമായിട്ടാണ് ആദ്യകാലങ്ങളിൽ കാണുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്കറിയാം യഹൂദന്മാരുടെ ഇടയിൽ ഈ ഇൻസെൻസ് പ്രയറുണ്ട്. പക്ഷേ ഈ വചന ശുശ്രൂഷയുടെ ഇടയിൽ അത് പതിയെ ആടിയപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് ശുശ്രൂഷകൻ്റെ റോളിലേക്ക് അവിടെ കടന്നു വരാനിടയായി തീർന്നത്. കാരണം ഒരു വചനം വായിക്കുന്നതിന് മുമ്പ് ഒരു ശുശ്രൂഷക്കാരൻ ധൂപം വീശി അതിന് ആ ഒരു വായനയ്ക്ക് മുമ്പായിട്ട് ധൂപം വീശാനിടയായി തീരുന്നത്. അത് പതിയെ ഒരു ഗ്രാജുവലി ഉള്ള ഒരു 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 ഡെവലപ്മെൻ്റ് ആയിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആദ്യ നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ആ രീതിയിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്നാണ് പറയപ്പെടാനിടയായി തീർന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ പതിയെ എന്ത് ചെയ്തു, ഒരു ഇൻസെൻസ് പ്രയർ കൂടി അതിലേക്ക് ആടിയപ്പെടാനിടയായി തീർന്നു. പിന്നീട് കുറച്ചുകൂടെ സ്ട്രക്ചേർഡായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ആ ട്രൈസാഗിയോൻ അതിനിടയിൽ നിന്ന് മാറി ഇപ്പോൾ അത് ആദ്യത്തിലേക്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ നിന്മാതാ വിശുദ്ധന്മാർ എന്ന പ്രാർത്ഥനകൾ ആ മോർ സേവോറിയസ് എഴുതിയ പ്രാർത്ഥനയാണ്. ആ മോർ സേവോറിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 6-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 5-ാം 450 ശേഷമാണല്ലോ നമ്മുടെ ഈ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ സഭയ്ക്കിടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകാനിടയായി തീർന്നിരിക്കുന്നത്. അതിന് ശേഷമാണ്. അപ്പോൾ അത് 6-ാം നൂറ്റാണ്ടിലാണ് മോർ സേവോറിയസ് പിതാവ് ജീവിച്ചിരുന്നത്. അപ്പോൾ മോർ സേവോറിയസ് എന്ന പിതാവാണ് ഈ ഒരു പ്രാർത്ഥന നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ ആ ഒരു പാട്ട് എഴുതുകയും ആ പ്രാർത്ഥന ഇൻട്രൊഡ്യൂസ് ചെയ്തത് സേവോറിയസ് പിതാവാണ്. അപ്പോൾ അത് ആ ഒരു കാലം തൊട്ടും ആയിരിക്കാം അത് നമ്മുടെ ആരാധനയുടെ ഫസ്റ്റ് പാർട്ടായിട്ട്, കാരണം അത് ചേർന്ന് വരാനിടയായി തീർന്നത്. കാരണം അദ്ദേഹമാണ് ഒരു ആദ്യകാലങ്ങളിൽ നമ്മുടെ സഭയെ അങ്ങനെ ശക്തിപ്പെടുത്തുകയും സഭ ഇല്ലാതായിട്ട് മാറിയ സഭയെ വീണ്ടും ശക്തിപ്പെട്ടുകൊണ്ട് നമുക്കത് പുതിയൊരു എനർജി ആയിട്ട് നൽകാനിടയായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പാട്ട് അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ ആരാധനയുടെ ഫസ്റ്റ് പാർട്ടായിട്ട് കയറാനിടയായി തീർന്നു. പിന്നീടത് ട്രൈസാഗിയോൻ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള പാട്ട് കൂടി അത് ആദ്യത്തിലേക്ക് പതിയെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ആരാധനയുടെ ഒരു ആരംഭം, എങ്ങനെ ആരാധിക്കണം, ഇപ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന് മാലാഖമാർ ഇതിനെ പഠിപ്പിച്ച ആ മാലാഖമാരുടെ പ്രാർത്ഥന പതിയെ ഈ സഭയ്ക്കകത്തേക്ക് കയറാൻ തുടങ്ങി. പിന്നീട് നമുക്കറിയാം അതിന് ശേഷമാണ് നമുക്കറിയാം ഈ റീഡിങ്സ് മുഴുവൻ കാണാനിടയായി തീരുന്നത്. അപ്പോൾ ആദ്യം ഗോസ്പൽ റീഡിങ്സ് മാത്രം ഒരുപക്ഷെ ആദ്യം കാലങ്ങളുണ്ടായിരുന്നു. കാരണം അപ്പോസ്തലന്മാർ ലേഖനം ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ 1-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അപ്പോസ്തലന്മാർ എഴുതപ്പെട്ട ലേഖനങ്ങളൊക്കെ പിന്നീട് സഭയിൽ വായിക്കാൻ തുടങ്ങിയത്. അവരുടെ കാലശേഷമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല ലെറ്റേഴ്സായിട്ട് അയക്കുമായിരുന്നു. അതൊക്കെ ഒരുപക്ഷെ ആരാധനയുടെ പാർട്ടായിട്ടൊന്നും വായിക്കാത്തുണ്ടായിരുന്നില്ല. കാരണം ആരാധനയ്ക്ക് ശേഷം ഇന്ന് നമ്മുടെ തിരുമേനിമാരുടെയൊക്കെ ലെറ്റേഴ്സ് വായിക്കുന്നത് പോലെ തന്നെ കൽപ്പന വായിക്കുന്നത് പോലെയൊക്കെയുള്ള വായന മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ പിന്നീട് ഒരു 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് പതിയെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആരാധനയിൽ കയറിയിട്ടുണ്ടാകാം. എന്നാൽ ഒരു പക്ഷേ 5-ാം നൂറ്റാണ്ടിന് ശേഷം കൃത്യമായിട്ടും ഈ ലെറ്റേഴ്സ് കൂടി, ആ ലെറ്റേഴ്സ് റീഡിങ്സ് കൂടി പതിയെ സഭയുടെ ആരാധനയുടെ ഭാഗമായിട്ട് മാറാൻ തുടങ്ങി. കാരണം അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങൾ കൂടി ആരാധനയുടെ പാർട്ടായിട്ട് മാറാൻ തുടങ്ങി. കാരണം അതിനു മുമ്പ് അപ്പോസ്തലന്മാർ ഡയറക്റ്റാണ് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനുണ്ടെന്ന് മാറി അവരുടെ ലേഖനങ്ങളൊക്കെ അത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനും കൃത്യമായിട്ടൊരു ക്രമം ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നോ അല്ലെങ്കിൽ പത്രോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നോ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നോ യൂദാസ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നൊക്കെ വായിക്കുമ്പോൾ
അത് വായിക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ ഒരു ലേഖനങ്ങൾ എവിടെ വായിക്കണം, സഭ കൃത്യമായിട്ടൊരു ചാർട്ടുണ്ടാക്കി അത് നമ്മുടെ മദ്ബഹായുടെ വലതുവശത്ത് അല്ലെങ്കിൽ വടക്ക് വശത്ത് വായിക്കണം എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടൊരു രീതി ഉണ്ടാക്കി അതിനുശേഷം ഇത് ഒന്നെങ്കിൽ ഈ പറഞ്ഞ ഈ ലേഖനങ്ങളൊക്കെ വായിക്കുന്നു. അപ്പോൾ അവിടെ വായിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഏത് വായിക്കുന്നതിന് മുമ്പ് ഒരു സാംസ് ചൊല്ലുമായിരുന്നു അല്ലേ. അപ്പോൾ അത് യൂതന്മാരുടെ ട്രഡീഷനാണ്. പക്ഷേ അത് കുറച്ചുകൂടെ ഒരു 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ആ ട്രഡീഷനിൽ ശകലമൊക്കെ മാറ്റം വന്ന് 9-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ആ സാംസിൽ നിന്നൊക്കെ മാറി അവിടുത്തെ കുറച്ച് തിയോളജികൾ കയറാൻ തുടങ്ങി. അപ്പോൾ ഭൂവിലെ ശേഷം എന്ന പാട്ട് പക്ഷേ സാംസ് അല്ല, അത് ഭൂവിലെ ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് പൗലോസ്ലീഹ എഴുതിയ ഒരു ലേഖനത്തിൽ കിടക്കുന്ന പാർട്ടാണ്. അത് പതിയെ എന്ത് ചെയ്തു, ഇതിലോട്ട് ഒരു പാട്ടായിട്ട് പതിയെ മാറാൻ തുടങ്ങി. പിന്നീട് ഇപ്പുറ സൈഡിൽ തെക്കേ സൈഡിൽ വായിക്കുന്നത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളാണ്. ആ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ വായിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പൗലോസ്ലീഹ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇതിനെതിരെ ഞാൻ പറയുന്ന വാക്കുകൾക്കെതിരായിട്ട് സ്വർഗത്തിൽ നിന്ന് ഏതെങ്കിലും ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ സ്വീകരിക്കരുത്. ഇപ്പോൾ ഞാൻ പറയുന്നതാണ് സത്യം. കാരണം എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റി ചിന്തിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ വ്യാഖ്യാനങ്ങളോ തെറ്റായ രീതിയിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ വാക്കുകളൊക്കെ വരാൻ എല്ലാ ചാൻസും ഉണ്ട്. കാരണം പിശാച് അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും വേറെ ഒരു വചനം സ്വീകരിക്കാൻ ഇടയായി തീരരുതെന്ന് പറയുന്ന പൗലോസ്ലീഹയുടെ വാക്കുകൾ. ഇനി ഞാൻ തന്നെയും നാളെ വന്നിട്ട് ഇന്നലെ പ്രസംഗിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സ്വീകരിക്കരുതെന്ന് പറയുന്ന പൗലോസ്ലീഹയുടെ വാക്കുകൾ. അതുകൊണ്ട് അതൊരു പാട്ടായിട്ട് പൗലോസ്ലീഹ എന്ന പാട്ടായിട്ട് നമ്മളത് അവിടെ ചൊല്ലുന്നു. അതിനുശേഷം നമ്മൾ ഈ തെക്കേ സൈഡിൽ ആ ഒരു വായനയുണ്ട്. പൗലോസ്ലീഹയുടെ 14 ലേഖനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ട് എടുത്തുകൊണ്ട് വായിക്കുന്നതിൻ്റെ ക്രമീകരണം, അത് വായിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ചാർട്ട് നമ്മുടെ സഭ ക്രമീകരിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ പിന്നീടാണ്. അപ്പോൾ ഇതെല്ലാം ഗ്രാജുവലി ഇപ്പോൾ വായിക്കണം അതൊക്കെ പതിയെ 6-ാം നൂറ്റാണ്ടിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ സെൻ്റ് എഫ്രേമോ അല്ലെങ്കിൽ ജേക്കബോ സെറൂഗോ അതിനുശേഷം അതെല്ലാം പിന്നീടത് കമ്പൈൽ ചെയ്തിരിക്കുന്നത് 14 അല്ലെങ്കിൽ 12-ാം നൂറ്റാണ്ടിൽ ബാറബ്രായ എന്നപ്പോഴാണ് അതിൽ കൃത്യമായിട്ടൊരു ചാർട്ടൊക്കെ ആയിട്ടൊക്കെ പതുക്കെ മാറാൻ തുടങ്ങിയത്. അപ്പോൾ 12-ാം നൂറ്റാണ്ട് വരെ പല സ്ഥലങ്ങളും പല രീതിയായിരിക്കാം, പക്ഷേ പല രീതിയിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം അദ്ദേഹം അത് ശേഖരിച്ച് കമ്പൈൽ ചെയ്ത് ഇതാണ് സഭയുടെ ട്രഡീഷൻ ഫെയ്ത്ത് എന്ന രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഹൂദായക്കാരൻ എന്നൊക്കെ പറയുന്നത് അന്ന് അദ്ദേഹം ക്രോഡീകരിച്ച ഒരു കമ്പൈൽ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അന്ന് നിലവിലിരുന്ന. അതുകൊണ്ടാണ് ഒരേ കാര്യം തന്നെ പല ഡൈവേർഷനിൽ പല ഒപ്പീനിയനിലോട്ട് കാണാൻ ഹൂദായക്കാരൻ വായിച്ചാൽ തന്നെ കാണാൻ സാധിക്കുന്നത്. കാരണം അത് അന്ന് നിലനിന്നിരുന്നതായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് പല രീതിയിലുള്ള കാര്യങ്ങൾ വായനകളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. എന്നാൽ സഭ പതുക്കെ ഓരോ ദിവസം ഏത് വായനയാണ് പിന്തുടരേണ്ടത് എന്ന് കൃത്യമായിട്ടൊരു ചാർട്ടുണ്ടാക്കി. അതാണ് നമ്മുടെ വായനപ്പടി എന്ന് പറയുന്നത് അല്ലേ. ഏത് ദിവസം എന്നത് വായിക്കണം, വായനപ്പടി അല്ലെങ്കിൽ എന്നാ പറയണേ റീഡിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നെറ്റിൽ ഇപ്പോൾ ഇന്നെല്ലാം അവൈലബിൾ ആണ്. ഏത് റീഡിംഗ് ആണെന്ന് വായിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചപ്പെട്ടിട്ടുണ്ട്. അത് ഏത് ഗോസ്പൽ വായിക്കണം, എല്ലാ ദിവസവും വായിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് സഭ ചാർട്ട് ചെയ്ത് വയ്ക്കപ്പെട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് പതിയെ ഈ വചനങ്ങളിലൂടെ തന്നെ നമ്മൾ ആരാധനകളിലേക്ക് നമ്മുടെ ഹൃദയം പതിയെ ചേർന്ന് ആരാധനയുടെ പാർട്ടായിട്ട് മാറണം എന്നൊരു ചിന്ത കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ പാട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വായനയ്ക്ക് ശേഷം ഒരു സാംസോ അല്ലെങ്കിൽ സാംസിനോട് ചേർന്ന ഒരു പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് പാടുന്നു. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ സ്ട്രക്ചർ നോക്കിയാൽ അറിയാം, ആ വായനയ്ക്ക് മുമ്പായിരുന്നു സെദറ അല്ലെങ്കിൽ പ്രൊമിയൻ സെദറൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്. അത് പതുക്കെ മാറി ഈ വായനയ്ക്ക് ശേഷം ഉള്ള പ്രാർത്ഥനയായിട്ട് മാറാൻ തുടങ്ങി. ഇപ്പോൾ സ്ക്രിപ്ചർ റീഡിങ്സിന് ശേഷം പിന്നീട് പ്രൊമിയൻ സെദറ വായിക്കുന്ന രീതിയിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെയും ഒരു ലിറ്റററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഈ ഗോസ്പൽ റീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈദികൻ വീണ്ടും തിരിച്ച് കിഴക്കോട്ട് മാറി നിന്നുകൊണ്ട് ആദ്യം ഒരു ഹൂസോയ പ്രാർത്ഥന അല്ലെങ്കിൽ പാപപരിഹാരത്തിൻ്റെ പ്രാർത്ഥന എന്നൊരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അപ്പോൾ അതന്ന് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പരിഹാരം ചോദിക്കുന്നു എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. ഒരു പാപപരിഹാര പ്രാർത്ഥനയായിട്ടാണ് ആദ്യത്തെ ഹൂസോയ പ്രാർത്ഥന കാണാനിടയായി തീരുന്നത്. അപ്പോൾ ആ ഹൂസോയ പ്രാർത്ഥന തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ പ്രാർത്ഥനയുണ്ട്. ആ ഇൻട്രൊഡക്ഷൻ പ്രാർത്ഥനയ്ക്ക് പറയുന്ന പേരാണ് പ്രൊമിയോൻ എന്ന് പറയുന്നത്. പ്രൊമിയോൻ എന്ന് പറയുന്നത് മുഖവുര, ഇൻട്രൊഡക്ഷൻ എന്നൊക്കെയാണ്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പ്രാർത്ഥന ചൊല്ലുന്നു, അതിനുശേഷം ഹൂസോയ പ്രാർത്ഥന ചൊല്ലുന്നു, ഒരു പാപപരിഹാര പ്രാർത്ഥന ചൊല്ലുന്നു. അതിനുശേഷം സെദറ എന്ന് പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഒരു പ്രാർത്ഥന, ഒരു നീണ്ട നിരയുടെ പ്രാർത്ഥന, അതാണ് സെദറ. അതുകൊണ്ട് അടുത്ത് വരുന്നത് നീണ്ട ഒരു വലിയ നീളമുള്ളൊരു പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥന
ചൊല്ലുന്നത് നമ്മുടെ ഹൃദയത്തെ മുഴുവൻ അനുതാപത്തിലേക്ക് നയിക്കാനിടയായി തീരും. പലപ്പോഴും ഇപ്പോൾ കത്തോലിക്ക സഭയിൽ പല വൈദികരും അവർ പലപ്പോഴും പറയുന്നൊരു കമൻ്റുണ്ട്, നിങ്ങളുടെയൊക്കെ ആ സദറ വായന കേൾക്കുമ്പോൾ തന്നെ ഹൃദയം അലിഞ്ഞു പോകും. ആ ഒരു സെതറയ്ക്കകത്ത് നമ്മുടെ ഹൃദയത്തെ മുഴുവൻ അലിയിപ്പിക്കാനുള്ള എല്ലാം കണ്ടൻസും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വചന റീഡിങ്സ് കഴിഞ്ഞു, അതിനുശേഷം തൊട്ടടുത്ത് ഈ ഒരു സെതറ കൂടെ വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹൃദയം മുഴുവൻ പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കും എല്ലാം നിറയുന്നൊരു അനുഭവം ഉണ്ടാകുന്നു. അതിന് ശേഷമാണ് വൈദികൻ പതിയെ അത് മുട്ടുകുത്തി ജനത്തിന് വേണ്ടി എല്ലാം ത്രോണോസിന്മേൽ വരച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ചൊല്ലുന്നത്. ആ സമയത്ത് ശുശ്രൂഷക്കാർ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. വിശ്വാസ പ്രമാണത്തിന് അതിന് മുമ്പ് ഒരു സാധനമുണ്ട്, നമ്മുടെ ധൂപക്കുറ്റി വാഴവുണ്ട്. ഓക്കെ, ആ ധൂപക്കുറ്റി വാഴൊക്കെ പിന്നീട് അഡീഷണൽ ഒന്നാണ്, പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഹൂസോയ പ്രാർത്ഥന വരെയുള്ള കാര്യങ്ങൾ, ഹൂസോയ ഹെദറ വരെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് വേർഡ് ഓഫ് ദ സർവീസ് ഓഫ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിന് ശേഷം ആദ്യകാലങ്ങളിൽ ഒരു വലിയ ബ്ലെസ്സിങ് എല്ലാം കൊടുത്ത് ആളുകളെ പറഞ്ഞയക്കുന്നു, കാറ്റക്യൂമൻസിനെ എല്ലാം പറഞ്ഞയക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസികളെ തന്നെ പറഞ്ഞയക്കുന്നു. പിന്നീട് അത് ലിറ്റർജിയുടെ അല്ലെങ്കിൽ യൂക്രിസ്റ്റിൻ്റെ പാർട്ടായിട്ട് പിന്നീട് മാറി. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് പിന്നെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ യൂക്രിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് യൂക്രിസ്റ്റ് മാത്രമായിരുന്നു. വിശുദ്ധ കുർബാന മാത്രം, ആ പാർട്ട് മാത്രം. ഒരുപക്ഷെ അപ്പോസ്തലപ്രവൃത്തികളിലും കാണുന്നത് അവർ ദിവസേന ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടുകയും അപ്പം മുറിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു വലിയ ലോങ് ശുശ്രൂഷയെക്കുറിച്ചും പറയുന്നില്ല. ഇപ്പോൾ ഒരു ചെറിയ പാർട്ട്, അപ്പം ശുശ്രൂഷയുടെ മാത്രം പാർട്ടായിട്ട് അവിടെ മാറുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യകാലം അങ്ങനെ ആയിരിക്കാം, ഒരു പക്ഷേ കൃത്യമായിട്ട് അറിയത്തില്ല. എനിക്കൊരു അപ്പോൾ അങ്ങനെ പതിയെ ഒരു ഗ്രാജുവലിയാണ് ഇന്ന് കാണുന്നത്, രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്ന് ഒരു ആരാധന നമുക്കിന്ന് കാണുന്ന ഒരു ക്രമത്തിലേക്ക് ക്രോഡീകരിക്കപ്പെടാൻ ഇടയായി തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു ബേസിക് അറിവിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഇടയായി തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിതിനെ പാടുന്നത് ഫസ്റ്റ് വിശുദ്ധ കുർബാനയിലെ ആരാധനയുടെ രണ്ട് പാർട്ടാണ്. ഒന്ന് സർവീസ് ഓഫ് വേർഡ് ആൻഡ് സർവീസ് ഓഫ് യൂക്രിസ്റ്റ്. ഇപ്പോൾ സർവീസ് ഓഫ് വേർഡിനെ കുറിച്ചാണ് നമ്മളിന്ന് കേൾക്കാനിടയായി തീർന്നിരിക്കുന്നത്. അത് ഒരു ജൂഷ് ട്രഡീഷനിൽ നിന്ന് ഉൾക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു സാംസും ചേർത്ത് വെച്ചുകൊണ്ട് ആ സാംസ് ഒരു ഗാനത്തിൻ്റെ രൂപത്തിൽ പാടി അതിനുശേഷം റീഡിങ്സ് ചൊല്ലി അതിനുശേഷം ആ റീഡിങ്സുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു ഹോമിലി, ഒരു പ്രസംഗം വൈദികർ നടത്തി അതിനുശേഷം അവർക്കൊരു ആശീർവാദം കൊടുത്ത് പറഞ്ഞയക്കുന്ന ഒരു രീതി. ഇതാണ് സർവീസ് ഓഫ് വേർഡ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അവസരങ്ങളാണ്. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം.